വെൽക്കം ടു ഇതിഹാസ അക്കാഡമി. ഇതിഹാസ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന KJET എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് മലയാളം പെഡഗോഗിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ശാരീരിക ചലനപരമായ ബുദ്ധിയുടെ വികാസവുമായി ബന്ധപ്പെട്ട് നിൽക്കാവുന്ന ഭാഷാ പഠന പ്രവർത്തനം അല്ലാത്തതേത്? ശാരീരിക ചലനപരമായ ബുദ്ധിയുടെ വികാസവുമായി ബന്ധപ്പെട്ട് നിൽക്കാവുന്ന ഭാഷാ പഠന പ്രവർത്തനം അല്ലാത്തതേത്? ഓപ്ഷൻ എ മൗനവായന, ഓപ്ഷൻ ബി നാടകീകരണം, ഓപ്ഷൻ സി മൈമിംഗ്, ഓപ്ഷൻ ഡി റോൾ പ്ലേ. ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ, മൗനവായന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: നോം ചോംസ്കിയുടെ ഭാഷാശാസ്ത്ര സിദ്ധാന്തങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് കണ്ടെത്തുക. നോം ചോംസ്കിയുടെ ഭാഷാശാസ്ത്ര സിദ്ധാന്തങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് കണ്ടെത്തുക. ഓപ്ഷൻ എ സർവഭാഷാ വ്യാകരണം, ഓപ്ഷൻ ബി ബഹുമുഖ ബുദ്ധി, ഓപ്ഷൻ സി വികസനത്തിന്റെ സമീപസ്ഥ മണ്ഡലം, ഓപ്ഷൻ ഡി സഹവർത്തിത പഠനം. ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ സർവഭാഷാ വ്യാകരണം ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ചേഷ്ടാവാദ സമീപനവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഏത്? ചേഷ്ടാവാദ സമീപനവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഏത്? ഓപ്ഷൻ എ സംവാദാത്മക പഠനം, ഓപ്ഷൻ ബി ആവർത്തനത്തിലൂടെയുള്ള പഠനം, ഓപ്ഷൻ സി കണ്ടെത്തൽ പഠനം, ഓപ്ഷൻ ഡി അന്വേഷണാത്മക പഠനം. അപ്പോൾ ചേഷ്ടാവാദ സമീപനമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഏതാണ്? ആവർത്തനത്തിലൂടെയുള്ള പഠനം. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: മർദ്ദിതരുടെ വിദ്യാഭ്യാസം അഥവാ പെഡഗോഗി ഓഫ് ദ ഒപ്രസർ ആരുടെ ഗ്രന്ഥമാണ്? ഓപ്ഷൻ എ റൂസോ, ഓപ്ഷൻ ബി പോളോ ഫെയർ, ഓപ്ഷൻ സി പെസ്തലോസി, ഓപ്ഷൻ ഡി മഹാത്മാഗാന്ധി. മർദ്ദിതരുടെ വിദ്യാഭ്യാസം ആരുടെ ഗ്രന്ഥമാണ്? ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ, പോളോ ഫെയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: സാമൂഹ്യ ജ്ഞാനനിർമ്മിതവാദം എന്ന ആശയം അവതരിപ്പിച്ച ചിന്തകൻ ആര്? സാമൂഹ്യ ജ്ഞാനനിർമ്മിതവാദം എന്ന ആശയം അവതരിപ്പിച്ച ചിന്തകൻ ആര്? ഓപ്ഷൻ എ ബ്രൂണർ, ഓപ്ഷൻ ബി വൈഗോട്സ്കി, ഓപ്ഷൻ സി പിയാഷെ, ഓപ്ഷൻ ഡി വില്യം ബ്ലൂം. സാമൂഹ്യ ജ്ഞാനനിർമ്മിതവാദം എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ, വൈഗോട്സ്കി. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ, വൈഗോട്സ്കി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വൈകാരിക ബുദ്ധി അഥവാ ഇമോഷണൽ കോഷ്യന്റ് യെക്കുറിച്ച് പഠനം നടത്തിയതാര്? അപ്പോൾ വൈകാരിക ബുദ്ധിയെക്കുറിച്ച് പഠനം നടത്തിയതാര്? ഓപ്ഷൻ എ സിഗ്മണ്ട് ഫ്രോയിഡ്, ഓപ്ഷൻ ബി ഡാനിയൽ ഗോൾമാൻ, ഓപ്ഷൻ സി വൈഗോട്സ്കി, ഓപ്ഷൻ ഡി ഇവാൻ ഇലിയാച്ച്. ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ, ഡാനിയൽ ഗോൾമാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: താഴെ കൊടുത്തവയിൽ പിയാഷെയുടെ ആശയങ്ങളോട് ചേർന്ന് നിൽക്കാത്തത് ഏത്? താഴെ കൊടുത്തവയിൽ പിയാഷെയുടെ ആശയങ്ങളോട് ചേർന്ന് നിൽക്കാത്തത് ഏത്? ഓപ്ഷൻ എ കുട്ടി ഒഴിഞ്ഞ പാത്രമല്ല, ഓപ്ഷൻ ബി കുട്ടി അറിവിൻ്റെ നിർമ്മാതാവാണ്, ഓപ്ഷൻ സി പഠനം സ്വാഭാവികവും സജീവവുമായ പ്രക്രിയയാണ്, ഓപ്ഷൻ ഡി ആവർത്തിച്ച് ഉരുവിടുന്നതിലൂടെ പഠനം സാധ്യമാകുന്നു. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ പിയാഷെയുടെ ആശയങ്ങളോട് ചേർന്ന് നിൽക്കാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ, ആവർത്തിച്ചുരുവിടുന്നതിലൂടെ പഠനം സാധ്യമാകുന്നു എന്നറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ: ക്ലാസ്സിൽ പ്രാദേശിക ഭാഷാഭേദങ്ങൾ ഉപയോഗിക്കുന്ന കുട്ടിയോട് അധ്യാപിക പുലർത്തേണ്ടത് ഏതു സമീപനമാണ്? ഓപ്ഷൻ എ ഭാഷാഭേദങ്ങളെ അംഗീകരിക്കണം, ഓപ്ഷൻ ബി ഭാഷാഭേദങ്ങൾ നിരുത്സാഹപ്പെടുത്തണം, ഓപ്ഷൻ സി ഭാഷാഭേദങ്ങളെ ഭാഷയുടെ താഴ്ന്ന തലമായി കണക്കാക്കണം, ഓപ്ഷൻ ഡി മാനക ഭാഷ മാത്രം ഉപയോഗിക്കണം. ഹിയർ ദ കറക്റ്റ് ആൻസർ, ഭാഷാഭേദങ്ങളെ അംഗീകരിക്കണം. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ, ഭാഷാഭേദങ്ങളെ അധ്യാപിക അംഗീകരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് സ്വീകരിക്കാവുന്ന മാർഗം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത്? ഓപ്ഷൻ എ കഠിനമായ പരിശീലനങ്ങളിലൂടെ കടത്തിവിടുക, ഓപ്ഷൻ ബി സാമൂഹ്യ നൈപുണ്യം സ്വാശ്രയത്വവും നേടാൻ സഹായിക്കുക, ഓപ്ഷൻ സി അക്ഷരജ്ഞാനം ഉറപ്പാക്കുക, ഓപ്ഷൻ ഡി എല്ലാവർക്കും ഒരേ പഠന തന്ത്രങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് സ്വീകരിക്കാവുന്ന മാർഗം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ, സാമൂഹ്യ നൈപുണ്യം സ്വാശ്രയത്വവും നേടാൻ സഹായിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: കേൾവി പരിമിതിയുള്ള കുട്ടികളുടെ പഠന ഉപകരണങ്ങൾക്ക് വേണ്ട ഏറ്റവും പ്രധാന സവിശേഷത എന്ത്? കേൾവി പരിമിതിയുള്ള കുട്ടികളുടെ പഠന ഉപകരണങ്ങൾക്ക് വേണ്ട ഏറ്റവും പ്രധാന സവിശേഷത എന്ത്? ഓപ്ഷൻ എ ദൃശ്യ അനുഭവങ്ങൾക്ക് അവസരം നൽകുന്നത്, ഓപ്ഷൻ ബി ശബ്ദത്തിലൂടെയുള്ള ആശയവിനിമയം സാധ്യമാക്കുന്നത്, ഓപ്ഷൻ സി ശബ്ദ അനുകരണ പരിശീലനം നൽകുന്നത്, ഓപ്ഷൻ ഡി അവർക്ക് മാത്രമായുള്ള ക്ലാസ് മുറികളും പഠന ഉപകരണങ്ങളും നൽകുന്നത്. ഹിയർ ഈസ് ദ കറക്റ്റ് ആൻസർ, ഓപ്ഷൻ എ ദൃശ്യ അനുഭവങ്ങൾക്ക് അവസരം നൽകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ:
സ്കിന്നറുടെ എലി, പ്രാവ് എന്നീ പ്രയോഗം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? സ്കിന്നറുടെ എലി, പ്രാവ് എന്ന പ്രയോഗം താഴെ കൊടുത്തിരിക്കുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ ബഹുമുഖബുദ്ധി, ഓപ്ഷൻ ബി വിമർശനാത്മക ബോധനം, ഓപ്ഷൻ സി ചേഷ്ടാവാദം, ഓപ്ഷൻ ഡി ജ്ഞാനനിർമ്മിതിവാദം. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ചേഷ്ടാവാദം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കുട്ടികൾ ഒഴിഞ്ഞ സ്ലേറ്റുകൾ പോലെയാണ് എന്ന് അഭിപ്രായപ്പെട്ട തത്വചിന്തകനാര്? കുട്ടികൾ ഒഴിഞ്ഞ സ്ലേറ്റുകൾ പോലെയാണ്. ഓപ്ഷൻ എ ജോൺ ഡുവി, ഓപ്ഷൻ ബി ജോൺ ലോക്ക്, ഓപ്ഷൻ സി ബ്ലൂംഫീൽഡ്, ഓപ്ഷൻ ഡി പോളോ ഫെയർ. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ജോൺ ലോക്ക് ഈസ് ദ കറക്റ്റ് ആൻസർ. ജോൺ ലോക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശാരീരിക മാനസിക പരിമിതിയുള്ളവരുടെ പ്രശ്നങ്ങൾ മറികടക്കാനും അവരെ സഹായിക്കുവാനുമായി ഇന്ത്യയിൽ നിരവധി നിയമനിർമ്മാണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലുണ്ടായ നിയമത്തിന്റെ പേരെന്ത്? ഓപ്ഷൻ എ PWD ആക്ട്, ഓപ്ഷൻ ബി RT ആക്ട്, ഓപ്ഷൻ സി പോസ്കോ ആക്ട്, ഓപ്ഷൻ ഡി RPWD ആക്ട്. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി RPWD ആക്ട് 2016. PWD ആക്ട് 1995 ആദ്യമായിട്ട് നിലവിൽ വന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബെഞ്ചമിൻ ബ്ലൂമിന്റെ ടാക്സോണമിയിൽ ഉൾപ്പെടാത്ത മേഖല ഏത്? വൈജ്ഞാനിക മേഖല, ഓപ്ഷൻ എ, ഓപ്ഷൻ ബി സർഗാത്മക മേഖല, ഓപ്ഷൻ സി വൈകാരിക മേഖല, ഓപ്ഷൻ ഡി മനഃശാല മേഖല. ബെഞ്ചമിൻ ബ്ലൂമിന്റെ ടാക്സോണമിയിൽ ഉൾപ്പെടാത്ത മേഖല ഏതാണ്? ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ, സർഗാത്മക മേഖല. നെക്സ്റ്റ്. ഹെലൻ കെല്ലർ അനുഭവിച്ചിരുന്ന പരിമിതി എന്തായിരുന്നു? ഓപ്ഷൻ എ ഓട്ടിസം, ഓപ്ഷൻ ബി സംസാര പരിമിതി, ഓപ്ഷൻ സി കാഴ്ച പരിമിതി, ഓപ്ഷൻ ഡി ബധിരാന്തത. സോ ഹെലൻ കെല്ലർ അനുഭവിച്ചിരുന്ന പരിമിതി ബധിരയും അന്ധയും ആയിരുന്നു. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. പിയാഷയിൽ നിന്നും വ്യത്യസ്തമായി വൈഗോട്സ്കി മുന്നോട്ട് വെച്ച ആശയം എന്ത്? ഓപ്ഷൻ എ മനഃശാസ്ത്രത്തിന് പ്രാധാന്യം നൽകി, ഓപ്ഷൻ ബി കുട്ടിയെ സമൂഹത്തിന്റെ ഭാഗമായി കണ്ടു, ഓപ്ഷൻ സി കുട്ടിയെ ഒഴിഞ്ഞ പാത്രമായി കണ്ടു, ഓപ്ഷൻ ഡി പഠനത്തെ മാനസിക പ്രക്രിയയായി കണ്ടു. പിയാഷയിൽ നിന്നും വ്യത്യസ്തമായി വൈഗോട്സ്കി മുന്നോട്ട് വെച്ച ആശയം കുട്ടിയെ സമൂഹത്തിന്റെ ഭാഗമായി കണ്ടു. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നല്ല അധ്യാപിക ആരായിരിക്കണം? ഓപ്ഷൻ എ കുട്ടിയേക്കാൾ വളരെയധികം ബുദ്ധിശക്തിയും അറിവും ഉള്ളയാൾ, ഓപ്ഷൻ ബി കുട്ടികൾക്ക് നല്ല അറിവുകൾ പകർന്നു കൊടുക്കുന്നയാൾ, ഓപ്ഷൻ സി പാഠങ്ങൾ നന്നായി പഠിപ്പിക്കുന്ന വ്യക്തി, ഓപ്ഷൻ ഡി കുട്ടികൾക്ക് ആത്മവിശ്വാസം പകർന്ന് പഠന പ്രവർത്തനങ്ങളിൽ പങ്കാളിയും സഹായിയുമാകുന്നയാൾ. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. കുട്ടികൾക്ക് ആത്മവിശ്വാസം പകർന്ന് പഠന പ്രവർത്തനങ്ങളിൽ പങ്കാളിയും സഹായിയുമാകുന്നയാൾ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു കവിത വിനിമയം ചെയ്യുന്നതിന് വൈവിധ്യമാർന്ന പഠന പ്രവർത്തനങ്ങൾ അധ്യാപിക പ്രയോജനപ്പെടുത്തുന്നത് എന്തുകൊണ്ടാവും? ഓപ്ഷൻ എ അധ്യാപികയുടെ പ്രതിഭ തെളിയിക്കുന്നതിന്, ഓപ്ഷൻ ബി ആശയങ്ങൾ ആവർത്തിച്ച് ഉറപ്പിക്കുന്നതിന്, ഓപ്ഷൻ സി ആത്യന്തിക മൂല്യനിർണ്ണയത്തിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ട്, ഓപ്ഷൻ ഡി ബഹുമുഖപരമായ ബുദ്ധി വികസനത്തിന് വേണ്ടി. സോ ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ബഹുമുഖപരമായ ബുദ്ധി വികസനത്തിന് വേണ്ടി. അമിതഭാരമില്ലാത്തുള്ള പഠനമാണ് അഭികാമ്യം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത്? ലേണിംഗ് വിതൗട്ട് ബോർഡർ. ഓപ്ഷൻ എ യശ്പാൽ കമ്മിറ്റി, ഓപ്ഷൻ ബി ജനാർദ്ദൻ റെഡ്ഡി കമ്മിറ്റി, ഓപ്ഷൻ സി രാമമൂർത്തി റിവ്യൂ കമ്മിറ്റി, ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. സോ ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ യശ്പാൽ കമ്മിറ്റി. നെക്സ്റ്റ്. സഹവർത്തിത പഠനത്തിന്റെ സവിശേഷതയായി വരാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ എ അധ്യാപകരും കുട്ടികളും തമ്മിൽ അറിവ് പങ്കുവയ്ക്കുന്നു, ഓപ്ഷൻ ബി അധ്യാപകർക്കും കുട്ടികൾക്കുമിടയിൽ അധികാരം പങ്കുവയ്ക്കുന്നു, ഓപ്ഷൻ സി കുട്ടികളെ സങ്കര ഗ്രൂപ്പുകളാക്കി കാണുന്നു, ഓപ്ഷൻ ഡി അധ്യാപകർ ലെക്ചർ ക്ലാസുകൾ എടുക്കുന്നു. ഏതാണ് സഹവർത്തിത പഠനത്തിന്റെ സവിശേഷതയായി വരാത്തത്? ഏതാണ്? അധ്യാപകരും കുട്ടികളും തമ്മിൽ അറിവ് പങ്കുവയ്ക്കുന്നു, അധ്യാപകർക്കും കുട്ടികൾക്കുമിടയിൽ അധികാരം പങ്കുവയ്ക്കുന്നു, ഓപ്ഷൻ സി കുട്ടികളെ സങ്കര ഗ്രൂപ്പുകളാക്കുന്നു, ഓപ്ഷൻ ഡി അധ്യാപകൻ ലെക്ചർ ക്ലാസുകൾ എടുക്കുന്നു. സോ ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി അധ്യാപകർ ലെക്ചർ ക്ലാസുകൾ എടുക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്നെല്ലൻ ചാർട്ട് ഉപയോഗിക്കുന്നത് എന്തിന്? ഓപ്ഷൻ എ കേൾവി ശക്തി അളക്കാൻ, ഓപ്ഷൻ ബി കാഴ്ചശക്തി അളക്കാൻ, ഓപ്ഷൻ സി സംസാരശേഷി അളക്കാൻ, ഓപ്ഷൻ ഡി വൈകാരിക ബുദ്ധി അളക്കാൻ. So the correct answer option B is the correct answer. Option B കാഴ്ചശക്തി അളക്കാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ മലയാളം പെഡഗോഗിയുമായിട്ട് പ്രീവിയസ്ലി കേറ്റഡ് എക്സാമിനേഷന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോൾ ഈ ഭാഗം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി നെക്സ്റ്റ് ക്ലാസ്സുകൾ മലയാളം ഗ്രാമർ, ഇംഗ്ലീഷ് ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ട് കേട്ടിട്ട് എക്സാമിനേഷന് വന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസുകളും അതുപോലെ തന്നെ